നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ആ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുവാൻ വേണ്ടി ആ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മപ്പീസ് കിച്ചൺ. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറാണ്. നമ്മുടെ കാസർഗോഡ് സ്റ്റൈൽ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാനാണ്. ഒരു സവാള അരിഞ്ഞത് നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ നിറം കുറച്ച് മാറുമ്പോൾ ഇതിൽ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സവാള കുറച്ച് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം ചേർക്കാം. ഇതിൻ്റെ ലാസ്റ്റ് കുറച്ചുകൂടി ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തനിമ അരിയാണ് നെയ്ച്ചോറ് വെക്കാൻ എടുത്തിട്ടുള്ളത്. തനിമ അരിക്ക് 1 കപ്പ് തനിമ അരിക്ക് 1.5 കപ്പാണ് വെള്ളം വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ തനിമ അരിയുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ചോറ് ഏകദേശം 1/4 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നേരത്തെ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള വറുത്തതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് ഇതെടുക്കാം. അങ്ങനെ കാസർഗോഡ് സ്റ്റൈൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.